ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. പ്രാവിൻകൂട് ഷാപ്പ് അൻവർ റഷീദിന്റെ പ്രൊഡക്ഷനിൽ ശ്രീജിത്ത് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു മർഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് ഇത് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഒരു ത്രില്ലർ, ഒരു നമ്മളെ അത്ര എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്ന ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാ ഒരു കോമഡി സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇപ്പൊ ബേസിലിന്റെ ഒക്കെ സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോമഡി ടൈപ്പ് സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. ഇപ്പൊ നമ്മൾ സൂക്ഷ്മദർശിനി കാണാൻ പോയപ്പം ചിലപ്പം ഒരു കോമഡി സിനിമ പ്രതീക്ഷിച്ചു പോയിട്ട് അങ്ങനെ അല്ലാത്തൊരു ആ ഒരു ടൈപ്പില് അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ ഇതിൽ വരുന്ന സിനിമയാണ്. സിനിമാറ്റോഗ്രഫി ഷൈജു ഖാലിദ് ആണ്. ഷൈജു ഖാലിദിന്റെ നമുക്ക് നേരത്തെയുള്ള പ്രോജക്ട്സ് ആയാലും നമുക്ക് അറിയാവുന്നതാണ്. ആളുടെ വർക്ക്സ് അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ഓരോ ഫ്രെയിംസും വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള നല്ല സീൻസ് ആണ്. തിയേറ്ററിൽ വാച്ചിന് അത്ര നല്ല പെർഫെക്റ്റ് ഫ്രെയിംസ് വരുന്ന പോലെ തന്നെയാണ് ഷൈജു ഖാലിദ് എടുത്തു വെച്ചിരിക്കുന്നത്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല അസാധ്യമായിട്ടുള്ള വർക്കാണ് പുള്ളി ഇതിൽ ചെയ്തേക്കുന്നത്. ഇതിലൊരു ചേസീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ചേസീൻ മാത്രമല്ല, ഇതില് ഫുൾ ഇപ്പം കുറച്ച് പാസ്റ്റ്, കുറച്ച് പ്രസന്റ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയുള്ള ഒരു ഇതിലാണ് ഫിലിം പോകുന്നത്. അപ്പം അത് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഭയങ്കര നമുക്ക് നല്ല കാണാൻ നല്ല രസമായിട്ടുള്ള രീതിയിലാണ് പുള്ളിയുടെ എഡിറ്റിംഗ് ഒക്കെ. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര നമുക്ക് ഈ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ സിങ്ക് ആയിട്ട് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആണ്. തിയേറ്റർ വാച്ചിന് തന്നെ നമുക്ക് ഒ ടി ടിയിലൊക്കെ വന്ന് ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ടെക്നിക്കലി നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൂവി തന്നെയാണ്. ഫിലിമിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആക്ടേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലീഡ് റോൾസ് ചെയ്തിരിക്കുന്നത് ബേസില്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, പിന്നെ ചാന്ദിനി, അതേപോലെ വില്ലൻ റോള് ചെയ്തിരിക്കുന്നത് ശിവജിത്ത്, അതുപോലെ ശബരീഷ് ഉണ്ട്. ഇവരൊക്കെയാണ് ശരിക്കും ഇതിൽ മെയിൻ റോൾസും. പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊരു ഷാപ്പിന്റെ ചുറ്റുപാട് അങ്ങനെയൊക്കെ നടക്കുന്ന സിനിമ, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കഥയാണ്. അപ്പം ഒരുപാട് കുറെ ചെറുതും വലുതായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്, നമുക്ക് അറിയാത്തതും അറിയാവുന്നതുമായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉള്ള മൂവിയാണ്. അഭിനയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബേസിലും ചെമ്പനും സൗബിനും ഒക്കെ അവർക്ക് കിട്ടുന്ന റോൾസ് എപ്പോഴും അവര് നല്ലോണം ഹാൻഡിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലും നല്ലോണം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ചാന്ദിനിയുടെ റോൾ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സംഭവമായിട്ടുള്ളതൊന്നും അല്ല, എന്നാലും ആൾക്ക് കിട്ടിയ റോള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മേക്കപ്പ് എന്തോ സ്യൂട്ട് ആവാത്തത് പോലെ തോന്നി. അതായത് കുറച്ച് കറുപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ കറുപ്പിച്ചതിന് അത്ര ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്തതുപോലെ തോന്നി. ഇതിന് വില്ലൻ ക്യാരക്ടർ, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു മസ്കുലിൻ ഒരു അങ്ങനത്തെ ഒരു റോള്, കൊമ്പൻ ബാബു അങ്ങനെയാണ് പേര്. അപ്പൊ ഒരു ഒറ്റക്കൊമ്പൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു റോളാണ് ഈ ശിവജിത്ത് ചെയ്തിരിക്കുന്നത്. നല്ല നല്ല കൽക്കിയിലെ വില്ലനായിട്ടുണ്ടായിരുന്ന പുള്ളിയാണ്. ഫൈറ്റ് സീൻസിലൊക്കെ മെയിൻ ആയിട്ടും ഒരു ഒന്നോ രണ്ടോ ഫൈറ്റ് സീൻസ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ടും പുള്ളിയുടെ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഫൈറ്റ് സീൻസ് ഒക്കെ ആയാലും നല്ലോണം എടുത്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ ഒരു ഓക്കെ പടം, ഒരു വൺ ടൈം വാച്ച്, നമുക്കൊരു കുഴപ്പമില്ല, കുറച്ച് സമയം ടൈം പാസിനൊക്കെ പോയിരുന്ന് കാണാം. അങ്ങനെ ഒരു സിനിമ. അങ്ങനെ ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ, ത്രില്ലർ സിനിമ, അല്ലെങ്കിൽ ഒരു കോമഡി ടൈപ്പ് അങ്ങനൊന്നുമില്ല. ഒരു ആവറേജ് മൂവി അത്രേ ഉള്ളൂ. അങ്ങനെ പക്ഷെ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് ടെക്നിക്കലി അത്ര നല്ലതായതുകൊണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പോയി കാണുക എല്ലാവരും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സൈനിങ് ഓഫ്.